ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. നമ്മൾ പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് കുപ്പികളും കവറുകളുമായിരിക്കും. എന്നാൽ നിശബ്ദമായി പ്രകൃതിയെ ആക്രമിക്കുന്ന മറ്റൊരു വില്ലനാണ് ഭക്ഷണം കഴിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്പൂണുകൾ. പ്രകൃതിയെ ആക്രമിക്കുന്ന വില്ലനെ തേടി നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പിന്നാലെ പോയി. പ്ലാസ്റ്റിക് കവറുകളെ കുറ്റപ്പെടുത്തി. പക്ഷേ നമ്മുടെ കണ്ണിൽപ്പെടാതെ നിശബ്ദമായി പ്രകൃതിയെ ആക്രമിക്കുന്ന മറ്റൊരു വില്ലനുണ്ട്. പ്ലാസ്റ്റിക് സ്പൂൺ. മിനിറ്റുകൾ മാത്രമായിരിക്കും ഉപയോഗം. പക്ഷേ ഒരൊറ്റ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഈ സ്പൂൺ മണ്ണിലലിയാനെടുക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങൾ. ക്രെഡിറ്റ് കാർഡിൻ്റെ വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഓരോ വർഷവും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്, ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ നിസ്സാരമായ ഒരു സ്പൂൺ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പൂണാണ്. അത് നമ്മൾക്ക് അവിടെ ഒരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അത് കൃത്യമായ റീസൈക്ലിംഗ് വാല്യൂ ഉള്ളൊരു വസ്തുവാണ് സ്പൂൺ എന്ന് പറയുന്നത്. അതിവേഗ ജീവിതശൈലിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്പൂണുകൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. പാഴ്സൽ ഭക്ഷണങ്ങൾ, ഐസ്ക്രീം, ആഘോഷങ്ങൾ, പൊതുപരിപാടികൾ തുടങ്ങി എല്ലായിടത്തും പ്ലാസ്റ്റിക് സ്പൂണുകളുടെ ഉപയോഗം വ്യാപകം. കടലിലെ മാലിന്യങ്ങളുടെ 90% പ്ലാസ്റ്റിക്കാണ്. ആ 90%-ന് 70% എന്ന് പറയുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആണ്. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. കണ്ട, ഇതെല്ലാം ഈ വലയിൽ കുടുങ്ങി വരുന്ന സാധനമാണ്. ഇതെല്ലാം വലയിൽ കുടുങ്ങി വന്ന ഇപ്പൊ കണ്ടില്ലേ, സ്പൂണ്, അത് ഇത് ചപ്പ് ചവറ് പ്ലാസ്റ്റിക്കാണ് കൂടുതലും വരുന്നത്. ഈ വേസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈ വലയിൽ മീൻ കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പുറത്തെല്ലാം കീറിപ്പോയിട്ടുണ്ട് വലകൾ. എല്ലാ വേസ്റ്റുകളും വരുമ്പോൾ വലകൾ കീറിയേ പോവുള്ളൂ. ലളിതമാണ് പരിഹാരം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്പൂണുകൾ ഒഴിവാക്കണം. പകരം വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന സ്പൂണുകൾ തിരഞ്ഞെടുക്കണം. അതിലൊരു പ്ലാസ്റ്റിക് സ്പൂണിന് പകരം നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സ്പൂണ് പോവുകയാണെങ്കിൽ നമുക്ക് വുഡുണ്ട്, പാളയുടെ സ്പൂണ്. പാളയുടെ അതിമനോഹരമായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് സ്പൂണിനേക്കാളും കൂടുതൽ കംഫർട്ടബിളായിട്ട് കഴിക്കാനും പറ്റും. വോളിയം കൂടുതൽ എടുക്കും, ലോങ് ലാസ്റ്റിങ്ങുമാണ്. പക്ഷേ ഒരു 7 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ ഒരു കടക്കാരൻ ഇത് വിൽക്കാൻ കൊടുക്കുമ്പോൾ. സിനിമകളിൽ വില്ലനെ തോൽപ്പിക്കാൻ ഒരു നായകനോ നായികയോ മതിയാകും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ ഈ വില്ലനെ തോൽപ്പിക്കാൻ നമ്മളെല്ലാവരും നായകനോ നായികയോ ആകേണ്ടി വരും. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. അനൂപ് എം ആറിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.